നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 5-6 കമ്പനികളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ നമ്മുടെ ലുലു ഗ്രൂപ്പിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ജിയോജിത്തിന്റെ IT ഡിവിഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, കേരള ഗവൺമെന്റിന്റെ കെ ഫോണിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, ഇതൊന്നും കൂടാതെ ഒരു പ്രമുഖ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിലേക്ക് ഏതാണ്ട് 11 വിവിധ തസ്തികകളിലായിട്ട് 60-ലധികം ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെഗാ റിക്രൂട്ട്മെന്റിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരങ്ങൾ, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് കൊമേഴ്സ്, ഫൈനാൻസ് മേഖലയിൽ നിന്നുള്ളവർക്കൊക്കെ പെട്ടെന്ന് ജോലിയിലേക്ക് എത്തുവാൻ സഹായകരമായ ഒരു ഇവന്റ് കൊച്ചിയിൽ നടക്കുന്നതിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി കൊച്ചിയിൽ സെൽസ് ലാബ് ഒരു കരിയർ സെമിനാറും ജോബ് ഫെയറും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ നിന്നുള്ളവർക്ക് BCom, MCom അല്ലെങ്കിൽ MBA ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ പങ്കെടുക്കാം. ഞാൻ ഉൾപ്പെടെയുള്ള ചില എക്സ്പേർട്സിൻ്റെ ഒക്കെ ടോക്കുകൾ ഇതിനകത്തുണ്ടായിരിക്കും. അതുകൂടാതെ ഒരു കൊമേഴ്സ് മേഖലയിലെ ഒരു ചലഞ്ച് ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ക്യാഷ് പ്രൈസുകൾ നേടുവാനുള്ള അവസരമുണ്ട്. ഇതൊന്നും കൂടാതെയാണ് വിവിധ കമ്പനികൾ പങ്കെടുക്കുന്ന ഒരു ജോബ് ഫെയർ, അത് എക്സ്ക്ലൂസീവായിട്ട് ഈ കൊമേഴ്സ് മേഖലയിൽ നിന്നുള്ളവർക്കുള്ള ഒരു ജോബ് ഫെയറും സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ചില കമ്പനികളുടെ ലോഗോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രവേശനമൊക്കെ സൗജന്യമാണ്. തീയതി 17-ാം തീയതി ഏപ്രിൽ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത്, അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും വീഡിയോയിൽ നൽകുന്നു. ELT ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഈ കമ്പനിയിലേക്ക് ഏതാണ്ട് 11ഓളം വിവിധ തസ്തികകളിൽ 60-ലധികം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അവസരത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ ELT ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പരസ്യത്തിലൊക്കെ കണ്ടിരിക്കുന്ന III കൊമേഴ്സ് അക്കാഡമി, അതുപോലെ വെസ്റ്റ്മൗണ്ട്, ഈ കമ്പനികളൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അപ്പോൾ ഇവരാണ് ഈ 60ഓളം തസ്തികകളിലേക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. ഒന്ന്, അഡ്മിഷൻ കൗൺസിലേഴ്സ് ആണ്. ഡിഗ്രിയോ PGയോ ഉള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. 20ഓളം ഒഴിവുകളുണ്ട്. ട്രെയിനേഴ്സ് പ്ലസ് സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ഓഫീസേഴ്സ്, ഇത് BEd, MEd അല്ലെങ്കിൽ പ്രീവിയസ് ഒരു ട്രെയിനറൊക്കെ ആയിട്ട് പ്രീവിയസ് ആയിട്ട് ജോലി ചെയ്തവർക്കൊക്കെ അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. 9 ഒഴിവുകളാണ്. ഓപ്പറേഷൻസ് മാനേജറായിട്ട് 6 months to 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി PGക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 2 ഒഴിവുകളാണുള്ളത്. ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഡിഗ്രി PGക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ മിനിമം 6 months എങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. MS ഓഫീസ് ഒക്കെ അറിയണം. 3 ഒഴിവുകളാണുള്ളത്. സ്റ്റുഡൻറ് സക്സസ് ടീം ലീഡ്, ഈ ഒരു തസ്തികയിലേക്ക് ഡിഗ്രി PGക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. 1 to 3 years എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരം. 2 ഒഴിവുകളാണുള്ളത്. സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് ഡിഗ്രി PGക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. 5 ഒഴിവുകളാണുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഡിഗ്രി PGക്കാരെ, അത് 3 to 4 years എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും ഹയർ ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഡിഗ്രി PG ഉള്ള മിനിമം 6 months എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 5 ഒഴിവുകളാണുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ടീം ലീഡായിട്ട് ഫ്രഷേഴ്സിനും 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഒക്കെ അപേക്ഷിക്കാം. 2 വേക്കൻസി ആണുള്ളത്. MIS എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഡിഗ്രി PG ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ഒഴിവുകളാണുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. MS ഓഫീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഗൂഗിൾ ഷൂട്ടൊക്കെ, ഗൂഗിളിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ അറിയണം, ഈ ഗൂഗിൾ ഫോംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. HR മാനേജറായിട്ട് ഫ്രഷേഴ്സിനും 1 year താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. ഡിഗ്രി PG ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത്. 2 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസരങ്ങൾ കൂടുതലും കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട് ഈ നഗരങ്ങളിലായിരിക്കും. ആകെ 11 തസ്തികകളിലായിട്ട് 60ഓളം ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ അപേക്ഷിക്കേണ്ടവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓർക്കുക, ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂവും സംഘടിപ്പിക്കുന്നുണ്ട്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഏപ്രിൽ 15-ാം തീയതിയാണ്.
കൊച്ചിയിലെ III കൊമേഴ്സ് അക്കാഡമി പാലാരിവട്ടത്ത് വെച്ചായിരിക്കും നടക്കുക. ഏതായാലും നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവർ 14 തീയതി ഏപ്രിലിന് മുമ്പായി അല്ലെങ്കിൽ 14 തീയതി ഏപ്രിലിനോടെ അപേക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അടുത്ത അവസരം ജിയോജിത്ത് ടെക്നോളജീസിലാണ്. ജിയോജിത്ത് നമുക്കറിയാവുന്ന പോലെ ഒരു പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ ഒരു കമ്പനിയാണ്. അവരുടെ IT ഡിവിഷനിലേക്ക് അവരൊരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കായിരിക്കും. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? 2022-ലും 2023-ലും BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർ, MCA കഴിഞ്ഞവർ, MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. ഒരു 6 months എങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർ മുതൽ 2 years വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ആനുവൽ CTC പേ പാക്കേജ് അവർ സൂചിപ്പിക്കുന്നത് 3.1 to 4 lakh എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് മിക്കവാറും ഏപ്രിൽ 17 തീയതി ആയിരിക്കും നടക്കുക. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുന്നതെന്ന് താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ളവർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം KFONിലാണ്. KFON എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരള ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തനമാണ്. കേരളത്തിലെമ്പാടും ഈ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് KFON എന്ന്. ഇവരെ L1 സപ്പോർട്ട് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BSc കമ്പ്യൂട്ടറോ BCAയോ BTechോ കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സ്കിൽഡ് ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ആയിരിക്കും വർക്ക് ലൊക്കേഷന്. പേ പാക്കേജും കാര്യങ്ങളും ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ ഈ എല്ലാ വേക്കൻസികളിലേക്കും അപേക്ഷിക്കുവാൻ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് നൽകി ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ നിന്നും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത അവസരം ലുലു ഗ്രൂപ്പിലാണ്. ലുലു ഗ്രൂപ്പ് കൊച്ചിയിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന തസ്തികയിലേക്കായിരിക്കും. അതിൻ്റെ ജോബ് കോഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, CA01 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് ഇവരെ ഫ്രഷേഴ്സിനെ അല്ല ഹയർ ചെയ്യുന്ന, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയാണ്. 3 to 5 years എക്സ്പീരിയൻസ് ഇൻ കോസ്റ്റ് കൺട്രോൾ റോൾ. കോസ്റ്റ് കൺട്രോളിങ് ആ മേഖലയിൽ 3 to 5 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹോസ്പിറ്റാലിറ്റി അല്ലെ F&B ഇൻഡസ്ട്രി എന്നൊക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കോസ്റ്റ് അനാലിസിലും കോസ്റ്റിങ്ങിലും ഒക്കെ നോളജ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് പ്രൈസിംഗ് ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇവർ പ്രിഫർ ചെയ്യുന്നത് CA അല്ലെങ്കിൽ CMA ഇന്റർ കഴിഞ്ഞവരെയാണ്. അപ്പം അങ്ങനെയുള്ള 3 to 5 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലുലുവിലെ ഈ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. മികച്ച ശമ്പളം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത അവസരം ഏഷ്യാനെറ്റിലേക്കാണ്. ഏഷ്യാനെറ്റ് കേബിൾസ്, ഫൈബർ ഈ മേഖലയിലേക്കൊക്കെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. എന്റർപ്രൈസ് സെയിൽസ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിരിക്കും. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഫ്രഷ് ആയിട്ടുള്ള MBAക്കാരെ അല്ലെ എഞ്ചിനീയറിങ് BTech ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ പ്രസന്റേഷൻ സ്കില്ലൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്റർപ്രൈസ് സെയിൽസിനൊക്കെ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 5-6 അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.